നമ്മുടെ ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ ലെഫ്റ്റ് ആം ഓവർ ദ വിക്കറ്റ് ഇർഫാൻ പത്താൻ ഭാര്യയുമായിട്ടുള്ളൊരു ഫോട്ടോ ഷെയർ ചെയ്തത്. ഇതാണ് സഫ ആദ്യമായി ഭാര്യയുടെ മുഖം മറയ്ക്കാതെ ചിത്രം പങ്കുവെച്ച് ഇർഫാൻ പത്താൻ. അവരുടെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ മൂപ്പരൊരു ഫോട്ടോ ഇട്ട്. ഇതാണിപ്പോൾ വലിയ വിഷയമായിട്ടുള്ളത്. ഞാൻ വിചാരിച്ചത് നമ്മളെ നാട്ടിലാണ് ഏറ്റവും വലിയ വിസ്മയങ്ങൾ നടന്നത്. ലോകത്ത് വിസ്മയങ്ങൾ വേറെ ഉണ്ട്, ഹിന്ദിയിലും പുറത്തുനിന്നുള്ള എനിക്ക് എന്താണ് മനസ്സിലായത്. എന്താണെങ്കിലും ജനൻ ടി വിൻ്റെ ഒരു പോസ്റ്റിന് വിവാഹ വാർഷികത്തിന് ഭാര്യയുടെ മുഖം മറയ്ക്കാതെ ചിത്രം പങ്കുവെച്ചു ഇർഫാൻ പത്താന് നേരെ മതമൗലികവാദികളുടെ സൈബർ ആക്രമണം. ഇത് ജനൻ ടി വി കൊണ്ടുപോയിട്ടത് അതിനടിയിൽ കുറച്ച് കളിയാക്കൽ പ്രക്രിയകൾ നടന്നോട്ടെ എന്നുള്ള രീതിക്കാണ് എന്നാണ് എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോഴും ആ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ടായത്. ആൻഡ് ബാക്കി കുറേ കമൻറ്റുകൾ ഞാൻ ഇവിടെ വെക്കട്ടെ. കുറേ എണ്ണങ്ങൾ കയറിയിട്ട് ആഞ്ഞു കുത്തി മെഴുകുന്നുണ്ട്. ഞാൻ പറയല്ലോ, ഈ പുരാതന നൂറ്റാണ്ടിലെ കുറേ ഗുഡ് നൈറ്റ് വസന്തങ്ങൾ ഇപ്പോഴും വിസ്മയങ്ങളായിട്ട് എല്ലാ നാട്ടിലും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കമൻറ്റും സാധനങ്ങളൊക്കെ. ഇർഫാൻ പത്താനും ഭാര്യയും കൂടിയുള്ള ഫോട്ടോ വിഷയം ന്യൂസ് വരെ ആയിട്ടുണ്ട്. 8ാം വിവാഹ വാർഷിക ദിനത്തിൽ കുറിച്ചത്. അപ്പോൾ ഇർഫാൻ പത്താൻ ഭാര്യനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഫോട്ടോ ഇട്ടേ. നോർമലി അയാൾക്കൊരു സമയത്ത് തോന്നിയിരിക്കാവും വൈഫിൻ്റെ മുഖം പുറത്ത് കാണിക്കണ്ട. അത് അയാളുടെ റിലീജിയസ് ആയിട്ടുള്ള തോട്ട്സോ കാര്യങ്ങളോ ആയിരിക്കും. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം അതൊരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡം അല്ലേ. അതിന് വിലങ്ങുതടിയായി നിന്നിട്ട് നീ അറിയില്ല ഇനിയിപ്പോൾ അവരുടെ ഭാര്യൻ്റെ താല്പര്യത്തിനാണോ മുഖം കാണിക്കാത്ത, ഞാൻ അയാളുടെ താല്പര്യം വാട്ടെവർ. അയാൾ കുറേ കാലമായിട്ട് മുഖം കാണിച്ചുള്ള പോസ്റ്റ് ഇട്ടിട്ടില്ല. ഇപ്പോൾ മുഖം കാണിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇനി മുഖം മറയ്ക്കണം, പർദ്ദ ഇടണം, മുഖം കാണിക്കാൻ പാടില്ല. അയാളുടെ ലൈഫിൽ അയാളെ ഭാര്യ അയാൾ എന്തോ ചെയ്തിട്ട് പോട്ടറേ. വിസ്മയങ്ങളാവും. ഇനിയിപ്പോൾ വിസ്മയങ്ങളല്ല, മറ്റേ ടീംസ് ഉണ്ടല്ലോ കുറേ. ഇപ്പോൾ ഇർഫാൻ പത്താൻ വേറൊരു ഫോട്ടോ ഇടുമ്പോൾ ഭാര്യൻ്റെ മുഖം മറിച്ചിടുന്നു വെച്ചോ, വിസ്മയങ്ങളെ പേടിച്ച് ഇവൻ മതത്തിൻ്റെ മറ്റേതാണെന്ന് പറഞ്ഞാൽ വേറെ കുറേ ആളുകൾ. ഇർഫാൻ പത്താൻ ലൈഫിൽ സെറ്റിൽഡാണ്. ഇർഫാൻ പത്താൻ നല്ല അടിപൊളി ലൈഫ്. ഇപ്പോൾ ക്രിക്കറ്ററായിരുന്നു, ഇപ്പോൾ കമൻട്രേറ്ററാണ്. അപ്പം അങ്ങനെ മൂപ്പനല്ല സെറ്റിലായിട്ട് ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, സെറ്റപ്പായിട്ട് പോകുന്നുണ്ട്. ആ ബ്രദറും സെറ്റിൽഡാണ്. അതുകൊണ്ട് അവർക്കൊന്നും ഒരു നഷ്ടം ഇതിൽ വരാൻ പോകുന്നില്ല. അവരാരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതീവ തീവ്ര മതം കൊണ്ട് നടന്നിട്ടോ അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്നില്ലേ എന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. ലൈഫിൽ ഓരോ ചേഞ്ചുകൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ഒരു കാലഘട്ടത്തിൽ അയാൾക്ക് ഭാര്യയുടെ മുഖം കാണിക്കുന്നത് വിഷയമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം അയാൾക്ക് ഒരു വിഷയമല്ല. എനിക്ക് തോന്നുന്നത് അതൊരു ചേഞ്ചാണ് ആ മനുഷ്യന് സംഭവിച്ചിട്ടുള്ളത്. കാലവും സമയവും സിറ്റുവേഷനൊക്കെ മാറി വരുമ്പോൾ എന്താണോ ഇപ്പോഴത്തെ ലോകം അതിലേക്ക് അഡാപ്റ്റ് ആവുകയാണ്. ഈ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി മതവും ദൈവവും മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതത്തിൻ്റെ അതിതീവ്രമായ ചിന്താഗതികളൊന്നും ചിലപ്പോൾ ആരും കൊണ്ടു നടക്കില്ല. ഇനിയുള്ള മുന്നോട്ടുള്ള ലോകത്ത് ഇങ്ങനെ കാണാനും പറ്റില്ല. ഇനി വരുന്ന ഒരുപാട് ജനറേഷനുകൾ അപ്പുറത്ത് മതം ദൈവം എന്നൊക്കെ പറയുന്നത് കോമഡി ആയിരിക്കും. കാരണം മനുഷ്യന് ജീവിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷൻ ആവും. അവിടെ ഈ മതത്തിനും ദൈവത്തിനും വീതം വയ്ക്കാൻ സമയം കാണില്ല ആളുകളുടെ കയ്യിൽ. നമ്മളോ ഇത് മതത്തിനും ദൈവത്തിനും വീതം വെച്ച് കുറേ പേര് ഇവിടെ ജീവിതം കളഞ്ഞു. ഞാനില്ലേ, നിങ്ങൾ കുറേ ആൾക്കാർ കളഞ്ഞു കാണും. അങ്ങനെ കളഞ്ഞ് ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരും. അതൊരു ജനറേഷൻ്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഇപ്പം തന്നെ ഔട്ട്സൈഡ് കൺട്രീസിലൊക്കെ ഇത് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ആൾക്കാർ സമയമില്ല, ജീവിച്ചാൽ മതി മുന്നോട്ട്.
അൺവാണ്ടഡ് ആയിട്ട് കുറേ ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ സംസാരിച്ച് തമ്മിൽ തല്ലി എന്ത് കാര്യത്തിന് ഒരാവശ്യമില്ല. അവനാ രാവിലെ എണീക്കുന്നു, പണിയെടുക്കുന്നു, ജീവിക്കുന്നു, മുന്നോട്ട് പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ സഹായിക്കുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിപ്പോൾ ഈ ഇർഫാൻ പത്താൻ്റെ ഭാര്യേൻ്റെ മുഖം മൂടി പോയി, മുഖം മൂടി ഇടണം, കുറേ തെറിയ. ഇത് ഞാൻ എന്തായാലും ഞെട്ടിപ്പോയിടെ. ഇൻ്റർനാഷണൽ വിസ്മയങ്ങൾ, ഞാൻ വെച്ചാൽ കേരളത്തിൽ മാത്രമേ വിസ്മയങ്ങളുള്ളൂ, ഇൻ്റർനാഷണൽ വിസ്മയങ്ങളൊക്കെ കാണാൻ പറ്റിയില്ല.